ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ സമൂഹത്തിൽ നമ്മളുടെ നാടുകളിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നോക്കിയാൽ, കുട്ടികളുടെ സൂയിസൈഡ് റേറ്റൊക്കെ വളരെയധികം കൂടുവാണല്ലേ. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള റീസൺസ്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് മെൻ്റൽ ഹെൽത്ത് അവരുടെ പഠന വിഷയമാക്കണം എന്ന്. നമുക്കിപ്പം നമ്മളുടെ സ്കൂളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് CBSE ആയിക്കോട്ടെ, കേരള സിലബസ് ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ സിലബസ് ആയിക്കോട്ടെ, എല്ലാം ഫിസിക്കൽ ഹെൽത്തിന് അതുപോലെ ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അത്? മെൻ്റൽ ഹെൽത്ത് അതായത് അവർ കുട്ടികളായി വളർന്നു വരുന്നത് KG ലെവൽ തൊട്ട് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ചെറിയൊരു ടെൻഷൻ വന്നാൽ ആ സിറ്റുവേഷൻ എങ്ങനെ അവർക്ക് തരണം ചെയ്യാൻ പറ്റും എന്നൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്താ പറയുന്നത്, ഒരു തൊട്ടാ പെട്ടെന്ന് ഇംഗ്ലീഷ് മുട്ട എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയുള്ള അവരുടെ വികാരങ്ങളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഓരോ ഡെവലപ്മെൻ്റൽ ഏജസ് ഉണ്ടല്ലോ, ആ ഏജസിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ടോപ്പിക്സ് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ സിലബസിൽ. ഓരോ ക്ലാസ്സിൽ കൂടുന്തോറും അവരുടെ ടോപ്പിക്സിൻ്റെ സീരിയസ്നെസ് കൂട്ടുക. ഇങ്ങനെയൊക്കെ കൂട്ടിയാൽ ഒരു പക്ഷേ അവരുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷൻ കൂടും, അല്ലെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവാം. അത് പഠനത്തിൻ്റെ സബ്ജക്റ്റ് കൊണ്ടായിരിക്കാം, ലോൺലിനെസ്, പിന്നെ അവർക്ക് എന്താ പറയുക, ഏകാഗ്രതക്കുറവ്, പല കാര്യങ്ങളിൽ ഡൈവേർട്ടായി പോവുക, അങ്ങനെ പല പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. കാരണം ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ ടീനേജേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരുടെ മാനസിക നില മെച്ചപ്പെടുത്താൻ അവർക്ക് ചെറുപ്പം മുതലേ ഒരു മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കണം. ഒരു പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ തരണം ചെയ്യണം, ടെൻഷൻസ് എങ്ങനെ അവോയ്ഡ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊക്കെ ഒരു ട്രെയിനിങ് അവർക്ക് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ഓരോ ക്ലാസ്സുകളിലും അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണം. എന്നാലേ അവർക്ക് അവരുടെ, ഇപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ അത്ര നല്ല സാഹചര്യമായിരിക്കത്തില്ല. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൗൺസിലർ സ്കൂളിലുണ്ടായിരിക്കണം. അപ്പോൾ സ്കൂളിൽ ഇത് ട്രെയിനിങ് കൊടുക്കുന്നവർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വെച്ച് മെൻ്റൽ ഹെൽത്ത് ഒരു സബ്ജക്റ്റ് ആക്കിയാൽ അത് ഒത്തിരി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിനെക്കുറിച്ച്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വെച്ച് കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് കുട്ടികളുടെ മാനസികാരോഗ്യം കുറേയും കൂടി മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ നേരത്തെ ഉള്ള ഒരു ആശയമായിരുന്നു ഇത്. ഇതൊക്കെ അല്ല, നമ്മളുടെ എത്ര പേര് കാണുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എന്താ പറയുക, നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അധികാരികളിലൊക്കെ എത്തിക്കണം. ശരിക്കും മെൻ്റൽ ഹെൽത്ത് സബ്ജക്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം. ഓരോ കരിക്കുലം CBSE, കേരള സിലബസൊക്കെ അവരുടെ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തി അതിൻ്റെ സീരിയസ്നെസ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷയാണ് ശരിക്കും. അപ്പം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇന്ന് കാരണം ഞാനിത് ഇടാൻ തന്നെ കാരണം ഒരു ദിവസം പോലും ഇല്ല കുട്ടികളുടെ പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇല്ലാത്ത ദിവസം അല്ലേ. നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്താൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അത് സൂയിസൈഡ് ആകാം, അല്ലെങ്കിൽ അക്രമമാകാം, അല്ലെങ്കിൽ അവർ വരുത്തി വെക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് റീഡ് ചെയ്യാൻ ഒരു ന്യൂസെങ്കിലും ഓരോ ദിവസവും ഡെയിലി എന്ന വണ്ണം കേരളത്തിൽ മാത്രം നമുക്ക് കാണാം. അപ്പോൾ ലോകത്തിലുള്ള എന്തേരം ന്യൂസുകൾ കാണാം അല്ലേ. ഒരു പരിധി വരെയൊക്കെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതിനെ റേസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം റേസ് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. താങ്ക് യു, ബൈ.